ഒരു മാർക്കിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ പേരൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീക്കിലി എക്സാമിൻ്റെ മാർക്ക് കുറയുമ്പോഴത്തേക്ക് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസും ഒത്തിരി കണ്ട് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ എക്സാം എഴുതിയതുകൊണ്ട് പ്രയോജനമില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോച്ചിങ്ങിന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റിച്ച ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കഴിവെന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിലെ ടോപ്പറിൻ്റെ ലെവലിലേക്ക് വളർന്നത്. ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും അവർ ക്ലാസ്സിലെ ടോപ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. അവരൊന്നും വലിയ ആളുകളായിട്ടല്ലല്ലോടാ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സായിട്ട് വന്ന് നിൽക്കുന്നത്. ഒരു സമാധാനം ഇല്ലാത്ത സമയം തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഇപ്പം ഈ നമുക്ക് എപ്പോഴും ഒരു റിഗ്രറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ 1-2 വീഡിയോസ് കാണുന്നത്. അതിനകത്തുനിന്ന് ഇപ്പോൾ നിങ്ങളൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർത്ത് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ റിഗ്രറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ അത്യാവശ്യം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ നമ്മളുടെ നീറ്റിന് ഇനി കറക്റ്റ് 265 ദിവസമാണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു ട്രാക്കിൽ എത്തേണ്ട സമയമായി കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരു ഹാഫ് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഡിസ്ക്രിപ്റ്റീവിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നവരാണെങ്കിൽ ഒബ്ജക്റ്റീവിലോട്ട് സ്വിച്ച് ചെയ്ത് ആ ഒരു ട്രാക്കിലാവാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം, എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 4ാമത്തെ മാസം എന്താ സ്റ്റാർട്ട് ചെയ്ത് 10-ാം തീയതി ആയത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം +1 +2 ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിച്ച ആളുകളായിരിക്കും നമ്മൾ. അതായത് നമ്മളിപ്പം ഒരുവിധം ഉഴപ്പിയൊക്കെ പഠിച്ചവരായിരിക്കും. അവിടുന്ന് ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് ഒബ്ജക്റ്റീവിൻ്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പം മാറി മാറി വരുന്നുണ്ടാവും. കാരണം ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് പ്രാക്ടീസ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അത്യാവശ്യം കുറച്ച് കൊച്ചുങ്ങളൊക്കെ എന്നെ വിളിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അതിൽ നിന്നും എനിക്ക് കുറച്ച് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതായത് വീക്കിലി എക്സാമിന് സ്കോറൊക്കെ കുറയുന്നത് കണ്ടിട്ട് ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ട് കൊച്ചുങ്ങൾ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ചെറിയ സമയത്തിനിടയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക്ലോഗ്സ് വരുത്തി വെച്ചിട്ടുള്ള കൊച്ചുങ്ങളും ഉണ്ട്. അപ്പം കൂടുതൽ ആളുകളും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഈ വീക്കിലി എക്സാമിൻ്റെ മാർക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ അസസ് ചെയ്യുന്നതാണ്. നമ്മളുടെ പേരൻസ് നമ്മളെ അസസ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കൊച്ചുങ്ങളാണ്. ആ ഒരു മാർക്കിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ പേരൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീക്കിലി എക്സാമിൻ്റെ മാർക്ക് കുറയുമ്പോഴത്തേക്ക് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസും ഒത്തിരി കണ്ട് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ ബാക്ക്ലോഗ്സ് വരുത്തുന്ന കൊച്ചുങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ബാക്ക്ലോഗ്സ് പഠിക്കും. എന്നിട്ട് ഒരു വ്യാഴം വെള്ളി ശനിയൊക്കെ കൊണ്ട് വീക്കിലിയുടെ ടോപ്പിക്സ് പഠിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ തീരുവോടാ. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൊത്തം നമ്മളിപ്പം ചില കൊച്ചുങ്ങൾക്ക് ഒരു വട്ടം റീഡ് ചെയ്താലൊന്നും ബയോളജി മനസ്സിൽ നിൽക്കത്തില്ല. അവർക്ക് 2-3 വട്ടം ചിലപ്പോൾ ടെക്സ്റ്റ് വായിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു 3 ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അതിനകത്തിലൊരു 1-2 ദിവസം ബയോളജിയും കൊണ്ട് ഇരിക്കുകയായിരിക്കും. പിന്നെ ബാക്കിയുള്ളൊരു ദിവസം കൊണ്ട് ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെപ്രാളപ്പെടുത്തി എടുത്ത് അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ സ്ട്രെസ്ഡ് ആക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്കാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ഇപ്പോൾ ബയോളജി ഒരു വട്ടം ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഒരു വട്ടമേ ഞാൻ പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് വീണ്ടും ഓർക്കാനായിട്ടുള്ളൊരു ഇതില്ല. നിങ്ങളെ തന്നെ അസസ് ചെയ്യണം. അതായത് നിങ്ങൾ ഒരിക്കലും വേറൊരാളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. അതായത് അവർക്ക് പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും ഒരു വട്ടം വായിച്ചാൽ മതി അങ്ങനെ വിചാരിക്കരുത്. നമുക്കാണ് നമ്മളെ അറിയാവുന്നത്. നമ്മളുടെ ആ ഒരു കഴിവിനനുസരിച്ച് സമയം കണ്ടെത്തുക. അതായത് ചിലപ്പം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വട്ടം വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ വരുത്തി അതിനുള്ള സമയം കണ്ടെത്തുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിലി എക്സാം സ്കിപ്പ് ചെയ്തിട്ട് ബാക്ക്ലോഗ്സിൻ്റെ പുറകെ പോകരുതല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സമയം കാണത്തില്ല. നമ്മൾ ഒത്തിരി കൂടെ ടെൻഷനാവും. കാരണം ഇപ്പം ഓൾറെഡി ഇപ്പോൾ ഒരു 6 ചാപ്റ്ററാണ് ബാക്ക്ലോഗ്സ് എങ്കിൽ ഇപ്രാവശ്യത്തെ വീക്കിലിയിൽ 1-2 ചാപ്റ്ററും കൂടെ നിങ്ങളുടെ ബാക്ക്ലോഗ്സിൻ്റെ ലിസ്റ്റിലേക്ക് കയറിപ്പോവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീക്കിലി എക്സാമും കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. അതായത് വീക്കിലി എക്സാമും ഡെയിലി ടോപ്പിക്സും കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. ഈ ബാക്ക്ലോഗ്സ് ഇപ്പം കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ബാക്ക്ലോഗ്സ് എടുത്താൽ മതി. അതായത് ഇപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 പെൻഡിങ് ആയി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 അതിൽ ചെറിയ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളത് മാത്രം നിങ്ങൾ ബാക്ക്ലോഗ്സ് കവർ ചെയ്ത് പോയാൽ മതി. അല്ലാതെ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും ടോപ്പിക്സ് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ കൊച്ചുങ്ങൾ കാണിക്കുന്ന അബദ്ധമാണ് അത്.
പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പോൾ വീക്ക്ലി എക്സാമിൻ്റെ മാർക്കൊന്നും ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു പോയിന്റിൽ നിങ്ങൾ നോക്കുകൂടാ. കാരണം നമ്മൾ അത്രയും നിങ്ങളെന്നല്ലെങ്കിൽ പോലും നമ്മുടെ ബ്രില്യൻ്റിലെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും അതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങളെ അസസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വിഷമം വരാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. അത്യാവശ്യം വീക്കിലിക്ക് എന്താണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോവുക. എല്ലാവരുടെയും ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളുടെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നില്ല, അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന കൊച്ചുങ്ങളുണ്ട്. നമ്മളിങ്ങനെ പല പല ഗൈഡ് എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. കാരണം നമ്മളിങ്ങനെ പലയിടത്തുനിന്നും ഗൈഡ്സ് ഒക്കെ റെഫർ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അവിടുന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് മറ്റേ ഗൈഡ് എടുക്കുമ്പം ഓർമ്മ വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഗൈഡ് ഫിക്സ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നമ്മളെ തന്നെ മനസ്സിലാക്കുക. നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു ഗൈഡ് എടുത്ത് ചെയ്ത് പോകുമ്പോൾ ആദ്യത്തെ ഗൈഡിലെ കാര്യങ്ങളെല്ലാം അത്രയും ക്ലിയർ ആയിട്ട് ഓർമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തടുത്ത ഗൈഡ് എടുത്ത് പോവുക. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഫിക്സ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കിപ്പം തെർമോഡൈനാമിക്സ് ആണ് എക്സാം എന്നുണ്ടെങ്കിൽ വേറെ ഒരു ബാച്ചിൽ ഓൾറെഡി തെർമോഡൈനാമിക്സ് കഴിഞ്ഞിട്ടുണ്ടാകും. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനകത്തിൽ ഒരു മോശവും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ബ്രില്യൻ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതിനകത്തിൽ പല പല ഗൈഡിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 45 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും കൂടെ എല്ലായിടത്തു നിന്നുള്ള അതായത് ആ ഒരു ടോപ്പിക്സിൻ്റെ A to Z കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമല്ലോടാ. ഇപ്പോൾ നിങ്ങളൊരു ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാവിറ്റേഷൻ്റെ ആണെങ്കിൽ തന്നെ അതിൻ്റെ പല പല പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മോഷനെ സ്ട്രേറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ തന്നെ കാണും ഒരു 150 ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് വെലോസിറ്റിയുടെ കാണും അടുത്ത 150 ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ്റെ കാണും 150 ക്വസ്റ്റ്യൻ. ഗ്രാഫ് പാർട്ട് കാണും അടുത്ത 200 ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഫുൾ ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം നിങ്ങൾ ഇങ്ങനെ വേറൊരു ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, വെലോസിറ്റിയിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആക്സലറേഷനിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ പല പല ഗൈഡിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ ബയോളജി ടെക്സ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ വേറൊരു ബാച്ചിൻ്റെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ആ ഒരു ടെക്സ്റ്റിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഈ ഗൈഡ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം ലിമിറ്റഡ് ആണെങ്കിലുണ്ടല്ലോ അവിടെ നമുക്കിപ്പോൾ ഒരു 400 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു സമയം ഇല്ലെങ്കിൽ ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ബയോളജി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എല്ലാ ഏരിയയും ഓർമ്മയുണ്ടോയെന്നെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇത് വരും. അങ്ങനെ പിന്നെ മാർക്ക് കുറയുന്നൊന്നും കണ്ട് നിങ്ങൾ വലുതായിട്ട് ടെൻഷൻ ആവേണ്ടടാ. ഇപ്പോൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഇപ്പോൾ അവരൊരു ബയോളജിയിൽ നമുക്കറിയാമല്ലോ 180 ക്വസ്റ്റ്യൻസ് വേണം. ആ 180 ക്വസ്റ്റ്യൻസ് അവർ ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുന്നത് അവരുടെ ടെക്സ്റ്റിൻ്റെ ഒരു മൂല മുതൽ അടുത്ത മൂല വരെ അവർ കവർ ചെയ്ത് പോകണോടാ. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ചിലപ്പം വെളിയിൽ നിന്ന് ഔട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അന്നേരം ഒരു ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മുടെ നീറ്റിന് അങ്ങനെ ആയിരിക്കത്തില്ല. നീറ്റിന് ഭൂരിഭാഗം ബയോളജി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പോൾ ഒരു അസേഷൻ റീസൺ വല്ലതും വന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കിയാലേ ഉള്ളൂ. പക്ക NCERT ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ ആവണ്ട. കാരണം നമുക്ക് നീറ്റിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന 180 ക്വസ്റ്റ്യൻസിനകത്തിൽ 1-2 എണ്ണം തെറ്റിപ്പോയാലും കുഴപ്പമില്ല. നമ്മളത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളിപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പം 400 മാർക്കേ കിട്ടുള്ളൂ, 300 മാർക്കേ കിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്കിപ്പ് ചെയ്യരുത്. അവിടെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ എക്സാം എഴുതിയതുകൊണ്ട് പ്രയോജനമില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോച്ചിങ്ങിന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റിച്ച ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കഴിവെന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിലെ ടോപ്പറിൻ്റെ ലെവലിലേക്ക് വളർന്നു വരുന്നത്. കാരണം അയാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി, നമ്മളിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചിട്ട് ചെയ്യുന്നു. പക്ഷേ പിന്നെ ഒരു എക്സാം അതേ ക്വസ്റ്റ്യനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും സെയിം ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അനാവശ്യമായിട്ട് ടെൻഷൻ എടുത്ത് വെക്കാതിരിക്കുക. കാരണം 265 ദിവസം ഉണ്ട്. അതൊരു ചെറിയ ടൈം സ്പാൻ അല്ല. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് 3 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ മോർ ദാൻ ഹാഫ് സമയവും നിങ്ങൾക്ക് മുന്നിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സമയമുണ്ട്. കാൽക്കുലേഷൻ സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ടുള്ളൊരു സമയമുണ്ട്. മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ആര് ഡിമോട്ടിവേറ്റ് ചെയ്താലും ചില ടീച്ചേഴ്സൊക്കെ ഇറിറ്റേറ്റിംഗ് ആണെന്നൊക്കെ ചില കൊച്ചുങ്ങളുടെ മെസ്സേജസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും അവർ ക്ലാസ്സിലെ ടോപ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. അവരൊന്നും വലിയ ആളുകളായിട്ടല്ലല്ലോടാ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സായിട്ട് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അവരൊരിക്കലും അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടല്ലടാ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള ഇൻസൾട്ടൊന്നും നമ്മളങ്ങനെ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യാൻ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഫീസ് അടച്ച് പഠിക്കുന്നതാണ്. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ കോച്ചിങ്ങിന് പോകുന്നത്. അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം സമയം സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം സമയം വേസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഓൺലൈൻ ചെയ്യുന്ന കൊച്ചുങ്ങളോടാണ് പറയുന്നത്, അതിനൊന്നും പോവാതിരിക്കുക. കാരണം നമ്മളുടെ ലൈഫിൽ 1 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം
എന്താ ഈ ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സമാധാനം ഇല്ലാത്ത സമയം തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഇപ്പം ഈ നമുക്ക് എപ്പോഴും ഒരു റിഗ്രറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ 1-2 വീഡിയോസ് കാണുന്നത്. അതിനകത്തുനിന്ന് ഇപ്പോൾ നിങ്ങളൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർത്ത് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ റിഗ്രറ്റ് ആയിരിക്കും. മനസ്സിലായോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മളത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുക. ഇടയ്ക്കൊന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് വല്ല പാട്ടോ കാര്യങ്ങളോ ഒക്കെ കാണുക. അല്ലാതെ ഒത്തിരി അതിൻ്റെ പുറകെ പോവാതിരിക്കുക. കാരണം നമുക്ക് പിന്നെ റിഗ്രറ്റ് ആവുകടാ. ഈ ഒരു നമ്മൾ ഉഴപ്പിപ്പോയത് കൊണ്ടാണ് എന്നുള്ളൊരു റിഗ്രറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫിൽ എങ്ങും എത്താൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമാണ്. നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾക്ക് പറ്റുമായിരുന്നു, പക്ഷെ നമ്മൾ ഉഴപ്പിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു പറ്റുന്ന ഒരു എഫേർട്ട് എടുക്കാത്തത് കൊണ്ടാണ് ആ ഒരു തോട്ട് നമ്മളെ വല്ലാണ്ട് അങ്ങ് ഇല്ലാണ്ടാക്കി കളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, സമാധാനപ്പെട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ എൻ്റെ കോളേജിനെ പറ്റി ചോദിച്ചിട്ടുള്ള എൻക്വയറീസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം. സ്നിംസിലെ അക്കാഡമിക്സ് എങ്ങനെയുണ്ട് ചേച്ചി, പേഷ്യൻ്റ് ഫ്ലോ എങ്ങനെയുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ നിങ്ങളുടെ മെസ്സേജ് മുങ്ങിപ്പോകുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. എന്നാലും നിങ്ങൾ മെസ്സേജൊക്കെ ഇടുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.